നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. അതിനെതിരെ പ്രതികരിച്ച പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകി. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളടക്കം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു തരിപ്പണമാക്കി. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. പാകിസ്ഥാന് ജലം നൽകിക്കൊണ്ടിരുന്ന ജലം തടഞ്ഞുവെച്ചു എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഒറ്റപ്പെടുത്താനും നമുക്ക് സാധിച്ചു. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്, അല്ലെങ്കിൽ ആ സൈനിക നടപടിയിൽ മേൽക്കൈ നേടാൻ ഇന്ത്യക്ക് സാധിച്ചത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിലേറ്റവും പ്രധാനം പങ്ക് വഹിച്ചത് റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം തന്നെയാണ്. നിരവധി മിസൈലുകളും ഡ്രോണുകളുമെല്ലാം ഇന്ത്യയുടെ പല സൈനിക താവളങ്ങളെയും ആരാധനാലയങ്ങളെയും തേടി പാകിസ്ഥാൻ വിക്ഷേപിച്ചു. ഈ ഡ്രോണുകളെയും മിസൈലുകളെയും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളെയും എല്ലാം ഇന്ത്യ ആകാശത്തു വച്ച് തന്നെ തരിപ്പണമാക്കിയത് S-400 നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ S-400 മാത്രമല്ല, തീർച്ചയായും മറ്റു പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയതുണ്ട്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതുണ്ട്. പ്രത്യേകിച്ചും ഡ്രോണുകളെ നേരിടുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയും പ്രതിരോധ ആയുധങ്ങളും കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ S-400 വഹിച്ചതുകൊണ്ട് തന്നെ S-400 സുരക്ഷാ കവചം ശക്തിപ്പെടുത്താനും രാജ്യത്താകമാനം ഇത് വിന്യസിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിൻ്റെ സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുകയാണ്. ഈ മാസം 27 മുതൽ 29 വരെയാണ് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുന്നത്. റഷ്യയിലെ മോസ്കോയിലെത്തുന്ന ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. S-400 അപ്ഗ്രേഡ് ചെയ്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയുടെ പക്കലുണ്ട്. അത് വാങ്ങുന്നതിനെ സംബന്ധിച്ചും ഇന്ത്യയിൽ അത് നിർമ്മിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഈ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബ്രഹ്മോസ് മിസൈലുകളും S-400 പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടികളിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ആയുധങ്ങളാണ്. റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതിനെതിരെ ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലരും അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷേ റഷ്യൻ ആയുധങ്ങൾ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ, ഇതെല്ലാം മികച്ച നിലവാരം പുലർത്തി എന്ന് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ സൂചിപ്പിക്കുന്നത്. അത്തരം ആയുധങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാനും അത്തരം ആയുധങ്ങൾ കൂടുതൽ റഷ്യയിൽ നിന്ന് വാങ്ങാനുമൊക്കെ അജിത് ഡോവലിൻ്റെ ചർച്ച ഉപകരിക്കും എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. നിർണായകമായ യാത്രയാണ് അജിത് ഡോവൽ റഷ്യയിലേക്ക് നടത്തുന്നത്. നടക്കാൻ പോകുന്നത് നിർണായകമായ കൂടിക്കാഴ്ചയും ചങ്കിടിക്കുന്നത് പാകിസ്ഥാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങളുടെയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.